നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിക്കടുത്തുള്ള നസ്രത്ത് എന്നുള്ള സ്ഥലത്തെ MJ റിയ എന്നുള്ളൊരു ഹോട്ടലിൻ്റെ മുന്നിലാണ്. നമ്മളിവിടെ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ബ്രൂസ് ലീയുടെ സ്റ്റൈലും ഒപ്പം തന്നെ മൈക്കിൾ ജാക്സന്റെ ബ്രേക്ക് ഡാൻസും പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ബ്രൂസ് ലീ ജോസഫ് എന്ന് പറഞ്ഞാൽ എന്നെ അറിയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് സ്റ്റേജിലേക്ക് കയറാന്നത് സ്റ്റേജിൽ പേര് വിളിച്ച് പറഞ്ഞത് തന്നെ ബ്രൂസ് ലീ ജോസഫ് എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ബ്രൂസ് ലീയുടെ സ്റ്റൈലിലാണ് നടക്കുന്നത്. അന്നെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ഷൂ ഒക്കെ ഇട്ട് ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് അതേപോലെ ഒരു കൈയില്ലാത്തൊരു ബനിയൻ വൈറ്റ്, പിന്നെ അതേപോലത്തെ കോട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു മാക്ക് സൈക്കിളിനാണ് നടക്കുന്നത്. അപ്പോൾ എന്നെ എല്ലാവരും ബ്രൂസ് ലീ ജോസഫ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ അത് വിളിക്കാൻ തന്നെ കാരണം ഞാൻ സീസറിലേക്ക് പോയിട്ട് ബ്രൂസ് ലീ ബാഗൊക്കെ ഇട്ടിട്ട് അവിടെ പോയി നിൽക്കും. എന്നിട്ട് അത് മുഖത്തൊക്കെ ഇട്ടിട്ടാണ് ഈ നടക്കണം സൈക്കിളിൽ. അപ്പോൾ അതിൻ്റെ അതിന് വർക്കിംഗ് ഡ്രസ്സാണ് ബാഗിലുള്ളത്. അപ്പം അങ്ങനെ ആ സ്റ്റൈലിൽ നടക്കാൻ നേരത്ത് അപ്പം അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ബ്രൂസ് ലീ അതിലേക്ക് കുറച്ച് ആക്ടിവേറ്റ് ആയി. അങ്ങനെ ബോർഡ് കടിക്കാൻ തുടങ്ങി. ബ്രൂസ് ലീനെ പോലെ ആവണം, അങ്ങനെ നടക്കണം, അങ്ങനെയുള്ളൊരു മൈൻഡ്. പിന്നെ മുടിയൊക്കെ അതേപോലെ ആക്കിയെടുത്ത് സ്ട്രെയിറ്റ് ചെയ്ത് പിന്നെ ബ്രൂസ് ലീ സ്റ്റൈലിൽ നടക്കണം. അപ്പം അങ്ങനെ ഒരു നല്ലൊരു മൂവിങ് ആയിട്ട് ഈ സൈക്കിളിലൊക്കെ എല്ലായിടത്തും നടക്കുമ്പോൾ എല്ലാവരും ബ്രൂസ് ലീ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് കൊച്ചിൻ ബ്രൂസ് ലീ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. സ്റ്റേജിലേക്ക് അത് വിളിച്ച് പറയുന്നത് കൂടുതൽ. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റൈലിലാണ് ആൾക്കാർക്ക് ഭയങ്കര അംഗീകാരം. എന്നുവെച്ചാൽ അതേപോലെ നല്ല ചെറുപ്പവുമാണ്, നല്ലൊരു ആരോഗ്യമുള്ളൊരു ടൈം. ഇപ്പം എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ആരോഗ്യം കുറച്ച് മോശമായ രീതിയിലാണ്. എന്നാലും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ കടയുള്ളതുകൊണ്ട് നമുക്ക് അതുപോലെ ഒന്നും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ബ്രൂസ് ലീ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. പിന്നെ ജാക്സനോട് പ്രത്യേകം തോന്നുന്നു വെച്ചാൽ അയാളൊരു പോപ്പ് ഗായകൻ. അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ത്രില്ലറിലെന്ന് പറഞ്ഞാൽ ത്രില്ലർ പാട്ടുകളോടെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ പാട്ടിനോട് ഭയങ്കര സ്നേഹമാണ്, പ്രിയവുമാണ്. പക്ഷെ പാട്ട് കേൾക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീഡിയോ കാണാനുള്ള ഒരു മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഈ ത്രില്ലർ എന്ന് വെച്ചാൽ പാട്ടിൻ്റെ അകത്ത് നമുക്കൊരു ആശയം അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. ആ പാട്ടിൻ്റെ അകത്ത് ആ ആശയം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യണത്. 30 വർഷം മേലായി ഈ ഹോട്ടലിന്മേൽ തന്നെ കിടന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത്. അതുകൊണ്ടാണ് എൻ്റെ മക്കളെയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാലത്ത് പുട്ട്, വെള്ളയപ്പം, ഇടിയപ്പം, കറി, കടലക്കറി, പോട്ടിക്കറി, ബീഫ് കറി, ബീഫ് റോസ്റ്റ്, മുട്ട റോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെച്ച് ഞങ്ങൾ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ അന്ന് ഡാൻസിന് ജാക്സൻ്റെ ഒരു വൈറ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് അന്ന് ജാക്സൻ്റെ ഡാൻസൊക്കെ സ്റ്റേജ് ചെയ്യണത്. അന്ന് ആർക്കും എന്താണ് ജാക്സൺ എന്താണെന്നും അറിയില്ല, പാട്ട് എന്താണെന്നും ആർക്കും അറിയില്ല. ഒരു തുള്ളിലും ഒരു ബഹളവും അങ്ങനത്തെ അന്നത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെയാണ് തയ്ച്ച്. പിന്നെ അതുപോലെ തന്നെ ഇത് കുറേ ഉണ്ടായിരുന്നു. ഈ കല്യാണം ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം വലിച്ച് എല്ലാം പെട്ടിക്കാത്തതുകൊണ്ട് മഴയും വെയിലെല്ലാം കൊണ്ട് നശിഞ്ഞു പോയി. ഒത്തിരി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ പരിപാടിക്ക് കഴിയുമ്പോൾ കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവന്ന് ഇടും. അതിങ്ങനെ ആരും നോക്കൂല. വെയിലും മഴയും കൊണ്ട് അന്ന് ഡ്രസ്സ് വർക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു.
ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളെന്ന് മാത്രമേ ഉള്ളൂ. അന്നൊക്കെ ഇട്ട് നടന്ന ഇതിൻ്റെ ഒരു മുഖംമുടിയൊക്കെ ഉണ്ടായിരുന്നു റാക്കോളിൻ്റെ. അതൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാണും, പക്ഷെ ഇതെവിടെ നോക്കിയിട്ട് കാണുന്നില്ല. എനിക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് ത്രില്ലറിലൊക്കെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്നതും ആ ഒരു സീനിലിങ്ങനെ